അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് 3ാം ക്ലാസ്സിലെ അഖീദയുടെ ചാപ്റ്റർ 7 to 10 വരെയുള്ള പാഠങ്ങൾ ആണ് ഇന്ന് റിവിഷൻ ചെയ്യുന്നത്. 1 മുതൽ 6 വരെയുള്ള പാഠങ്ങൾ മുമ്പ് റിവിഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. പാഠം A, ഖുർആൻ പാരായണത്തിൻ്റെ മഹത്വം. ഈ പാഠത്തിൽ ഖുർആൻ ഓതുന്നതിൻ്റെ മഹത്വത്തെ കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത്. നമുക്ക് ഓരോ വരിയും വായിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാം. കൂട്ടുകാർക്ക് അറിയാമോ, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം ഏതാണെന്ന്? അപ്പൊ അവിടെ നമുക്കൊരു ചോദ്യം ലഭിച്ചു. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം ഏത്? അതിന്റെ ഉത്തരം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടാത്ത ഒരു നിമിഷവും ലോകത്ത് കഴിഞ്ഞു പോകുന്നില്ല. ഒരു സംഭവം വിവരിക്കാം. ഇവിടെ നമുക്കൊരു ചോദ്യമുണ്ട്. വിട്ടഭാഗം പൂരിപ്പിക്കുക അഥവാ ആശയം പൂർത്തിയാക്കുക എന്നുള്ള ചോദ്യം ഇവിടെ പ്രതീക്ഷിക്കാം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടാത്ത ഡാഷ്. അവിടെ നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത് ഒരു നിമിഷവും ലോകത്ത് കഴിഞ്ഞു പോകുന്നില്ല. സുപ്രസിദ്ധ സഹാബി ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹുവിന് ഒരു അനുഭവം ഉണ്ടായി. അദ്ദേഹം ഒരു രാത്രി ഖുർആൻ ഓതിക്കൊണ്ടിരുന്നപ്പോൾ പ്രകാശം ചൊരിയുന്ന കുട പോലെയുള്ള ഒരു വസ്തു ആകാശത്ത് നിന്നും ഇറങ്ങി വന്നു. പാരായണം നിർത്തിയപ്പോൾ അത് മുകളിലേക്ക് ഉയർന്നു. വീണ്ടും ഓതിയപ്പോൾ താഴോട്ട് വന്നു. പാരായണം നിർത്തിയപ്പോൾ മുകളിലേക്ക് പോയി. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു: അത് താങ്കളുടെ ഖിറാഅത്ത് കേൾക്കാൻ വന്ന മലക്കുകളായിരുന്നു. ഇവിടെ ഉസൈറിന്റെ ഈ ചരിത്ര സംഭവം നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതിനാൽ നാം ഖുർആൻ ഓതുന്നത് പതിവാക്കണം. ഓതുന്ന സ്ഥലത്ത് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരും. അവിടെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, ഖുർആൻ ഓതുന്ന സ്ഥലത്ത് ഇറങ്ങി വരും ആര്? റഹ്മത്തിന്റെ മലക്കുകൾ. അത് കാരണം ബറക്കത്തും ഐശ്വര്യം ഉണ്ടാവും. ഖുർആൻ ഓതുന്നത് കാരണം എന്തെല്ലാം ഉണ്ടാകും? അവിടെ ബറക്കത്തും ഐശ്വര്യവും ഉണ്ടാവും. അവിടെ നമുക്കൊരു ചോദ്യം കിട്ടി. ഖുർആൻ പാരായണം ചെയ്യുന്ന സ്ഥലത്ത് എന്തുണ്ടാകും? ബറക്കത്തും ഐശ്വര്യവും ഉണ്ടാകും. ഖുർആൻ ഓതുന്ന സത്യവിശ്വാസികളെ മാതളകം നാരങ്ങയോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത്. അവിടെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, ഖുർആൻ ഓതുന്ന സത്യവിശ്വാസിയെ നബി തങ്ങൾ എന്തിനോട് ഉപമിച്ചു? മാതള നാരങ്ങ. അതിന്റെ രുചിയും വാസനയും വളരെ നല്ലതാണ്. ഖുർആൻ ഓതാത്ത സത്യവിശ്വാസിയുടെ ഉപമ എന്താണ്? ഈത്തപ്പഴം പോലെയാണ്. അതിന് മധുരമുണ്ട്, പക്ഷെ വാസനയില്ല. ഖുർആൻ ഓതുന്ന കപടവിശ്വാസിയുടെ ഉപമ എന്താണ് എന്ന് ചോദിക്കും. അതിനുത്തരം എഴുതേണ്ടത് റൈഹാൻ എന്ന സുഗന്ധ ചെടി പോലെയാണ്. ഇത് മൂന്നും കൃത്യമായി 4 ഉപമയും കൃത്യമായി പഠിച്ചു വെക്കണം. അതിന് നല്ല വാസനയുണ്ട്, പക്ഷേ രുചി കയ്പാണ്. ഖുർആൻ ഓതാത്ത കപടവിശ്വാസിയുടെ ഉപമ എന്താണ്? ആട്ടങ്ങ പോലെയാണ്. അതിന് വാസനയില്ല, രുചി കയ്പുമാണ്. ഈ പാരഗ്രാഫിൽ നമുക്ക് 4 ചോദ്യങ്ങളും ഉത്തരങ്ങളും ലഭിച്ചു. അഥവാ ഖുർആൻ ഓതാത്ത സത്യവിശ്വാസിയുടെ ഉപമ എന്താണ്? ഖുർആൻ ഓതുന്ന കപടവിശ്വാസിയുടെ ഉപമ എന്താണ്? ഖുർആൻ ഓതാത്ത കപടവിശ്വാസിയുടെ ഉപമ എന്താണ്? ഖുർആൻ ഓതുന്ന സത്യവിശ്വാസിയുടെ ഉപമ എന്താകുന്നു? എപ്പോഴും ഖുർആൻ ഓതുന്ന മാതള നാരങ്ങയെ പോലെ ആവണം. ഇവിടെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. വിട്ടഭാഗം പൂരിപ്പിക്കാം.
എപ്പോഴും ഖുർആൻ ഓതി നാം എങ്ങനെയാവണം? മാതള നാരങ്ങ പോലെ ആകണം. അല്ലെങ്കിൽ എപ്പോഴും ഖുർആൻ ഓതി നാം ഡാഷ് അവിടെ പൂരിപ്പിക്കേണ്ടത് മാതള നാരങ്ങയെ പോലെ ആകണം. അല്ലെങ്കിൽ ഖുർആൻ ഓതി എപ്പോഴും നാം ഖുർആൻ ഓതി നാം ആരെ പോലെ, എന്തിനെ പോലെ ആവണം? മാതള നാരങ്ങയെ പോലെ ആകണം. സ്ഥിരമായി വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യുക. സ്ഥിരമായി വീട്ടിൽ ഖുർആൻ ഡാഷ് പാരായണം ചെയ്യുക. അത് വീട്ടിൽ പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം കൂടിയാണ്. അവിടെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഏത്? ഖുർആൻ പാരായണം. അതോ ഖുർആൻ പാരായണം ചെയ്യുന്ന വീട്ടില് എന്ത് സംഭവിക്കും എന്ന് ചോദിക്കാം. പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അൽ-ബഖറ ഓതുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടി രക്ഷപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അൽ-ബഖറ ഓതിയാലുള്ള പ്രത്യേകത എന്താണ്? ആ വീട്ടിൽ നിന്ന് പിശാച് ഓടി രക്ഷപ്പെടും. നാം ഖുർആൻ ഓതുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അതിന്റെ പ്രതിഫലം നമ്മുടെ മാതാപിതാക്കൾക്ക് ലഭിക്കും. അവിടെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചാകുന്ന വിട്ട ഭാഗം പൂരിപ്പിക്കാം. നാം ഖുർആൻ ഓതുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ ഡാഷ്. അപ്പോൾ നമ്മൾ അതിന്റെ പ്രതിഫലം നമ്മുടെ മാതാപിതാക്കൾക്കും ലഭിക്കും. ഇനി മറ്റൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നത്, നമ്മുടെ മാതാപിതാക്കൾക്കും പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യം എന്താണ്? നാം ഖുർആൻ ഓതുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അതിനുള്ള പ്രതിഫലം നമ്മുടെ മാതാപിതാക്കൾക്കും ലഭിക്കും. ഇനി അടുത്ത ഒരു ഹദീസ് കാണാം. അത് വിദ്യാർത്ഥികൾ അറബിയിൽ പഠിക്കണം, അതിന്റെ അർത്ഥം പഠിക്കണം. ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി. അതിന്റെ അർത്ഥം പഠിക്കാം. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, അത് അന്ത്യനാളിൽ അതിന്റെ അനുയായികൾക്ക് ശുപാർശകനായി വരും. ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം, ചേർത്ത് വായിക്കാം. ഖുർആൻ ഓതുന്ന വീട്ടിൽ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരും, പിശാചിന്റെ ഉപദ്രവം ഇല്ലാതാവും, സന്തോഷവും ഐശ്വര്യം ഉണ്ടാകും, ബർക്കത്ത് ലഭിക്കും. ഇനി ഉപമ നൽകാം. പ്രവാചക വചനം അനുസരിച്ച് ഖുർആൻ ഓതാത്ത സത്യവിശ്വാസി ഈത്തപ്പഴം പോലെയാണ്. ഖുർആൻ ഓതുന്ന കപടവിശ്വാസി റൈഹാൻ എന്ന പുഷ്പം പോലെയാണ്. 3, ഖുർആൻ ഓതാത്ത കപടവിശ്വാസി ആട്ടങ്ങ പോലെയാണ്. 4, ഖുർആൻ ഓതുന്ന സത്യവിശ്വാസി മാതള നാരങ്ങയെ പോലെയാണ്. ഇനി 3 ഉത്തരം പറയാം. ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം ഖുർആൻ. അൽ-ബഖറ ഓതിയാൽ എന്ത് ലഭിക്കും? അൽ-ബഖറ ഓതുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടി രക്ഷപ്പെടുന്നതാണ്. ഖുർആൻ ഓതുന്ന സ്ഥലത്ത് ഇറങ്ങി വരും ആര്? റഹ്മത്തിന്റെ മലക്കുകൾ. ഹദീസ് അർത്ഥസഹിതം പറയാം. ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി. അതിന്റെ അർത്ഥം നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, അത് അന്ത്യനാളിൽ അതിന്റെ അനുയായികൾക്ക് ശുപാർശകനായി വരും. നിങ്ങളുടെ ഒരു മാസത്തെ ദിനചര്യകളിൽ ഖുർആൻ ഓതിയോ ഇല്ലയോ എന്നതിന്റെ ചാർട്ട് തയ്യാറാക്കി ഉസ്താദിന് സമർപ്പിക്കുക. 8ാമത്തെ പാഠം അൽ ഈമാൻ ബിൽ അംബിയായി വൽ മുർസലിൻ. അംബിയ മുർസലുകളിലുള്ള വിശ്വാസത്തെ കുറിച്ചിട്ടാണ് ഈ പാഠത്തിൽ പറയുന്നത്. വഹി എന്ന ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിൽ നിന്ന് അല്ലാഹു തആല പ്രത്യേകം തിരഞ്ഞെടുത്തവർക്കാണ് നബിമാർ എന്ന് പറയുന്നത്. അപ്പൊ നബിമാർ എന്നാൽ ആരാണ്? അപ്പൊ അതിന്റെ ഉത്തരം, വഹി എന്ന ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിൽ നിന്ന് അല്ലാഹു തആല പ്രത്യേകം തിരഞ്ഞെടുത്തവർക്കാണ് നബിമാർ എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു അവരെ നിയോഗിച്ചിരിക്കുന്നത്. അവിടെ നമുക്കൊരു ചോദ്യം ലഭിക്കും. നബിമാരെ, അംബിയ മുർസലുകളെ അല്ലെങ്കിൽ നബിമാരെ
അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ജനങ്ങൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടി. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ബുദ്ധിയുള്ളവരും സൽ സ്വഭാവികളും വിശ്വസ്തരുമാണ് അവർ. നബിമാരുടെ പ്രത്യേകത ഏതുക? സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ബുദ്ധിയുള്ളവരും സൽ സ്വഭാവികളും വിശ്വസ്തരുമാണ് അവർ. ഇനി മറ്റൊരു ചോദ്യമുണ്ട്. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ബുദ്ധിയുള്ളവരും സൽ സ്വഭാവികളും വിശ്വസ്തരും ആരാകുന്നു? നബിമാർ. സത്യം മാത്രമേ അവർ പറയുകയുള്ളൂ. അവരിൽ നിന്ന് പാപങ്ങൾ സംഭവിക്കുകയില്ല. നബിമാരിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് മുർസലുകൾ. ഇനി മുർസലുകൾ ആരാന്ന് ചോദിച്ചാൽ നബിമാരിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് മുർസലുകൾ എന്ന് ഉത്തരം എഴുതാം. അവരിൽ ഏറ്റവും ശ്രേഷ്ഠർ ഉലുൽ അസ്മി എന്ന പേരിൽ അറിയപ്പെടുന്നു. അവിടെ അവരിൽ എന്നുള്ളിടത്ത് നിങ്ങൾ ചെയ്യേണ്ടത് മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഉലുൽ അസ്മുകൾ എന്ന് ഉത്തരം എഴുതണം. അപ്പോൾ ഉലുൽ അസ്മ് ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയേണ്ടത് മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഉലുൽ അസ്മ് എന്ന് അറിയപ്പെടുന്നത്. അവർ 5 പേരാണ്. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കും ഉലുൽ അസ്മുകൾ ആരാണെന്ന് ചോദിച്ചാൽ ഈ 5 പേരുകളാണ് എഴുതേണ്ടത്. ഉലുൽ അസ്മ് ആരാണെന്ന് ചോദിച്ചാൽ മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഉലുൽ അസ്മുകൾ. ഇനി ഉലുൽ അസ്മിൽപ്പെട്ട 5 ആളുകൾ പേര് ചോദിച്ചാൽ എഴുതേണ്ടത് 1 നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 ഇബ്രാഹിം നബി അലൈഹിസ്സലാം, 3 മൂസാ നബി അലൈഹിസ്സലാം, 4 ഈസാ നബി അലൈഹിസ്സലാം, 5 നൂഹ് നബി അലൈഹിസ്സലാം. വിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ട മുർസലുകൾ 25 അവരെ നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അവിടെ നമുക്കൊരു ചോദ്യമുണ്ട്. വിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ട മുർസലുകൾ എത്ര പേരാണ്? 25. അല്ലെങ്കിൽ വിട്ടഭാഗം പൂരിപ്പിക്കുക. വിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ട മുർസലുകൾ ഡാഷ് ആകുന്നു, 25 ആകുന്നു. ഇനി ആ 25 മുർസലുകളുടെ പേര്, ഖുർആനിൽ പറയപ്പെട്ട 25 മുർസലുകളുടെ പേര് ഉൾക്കൊള്ളിച്ച ഒരു ബൈത്തുണ്ട്. ആ ബൈത്ത് നിങ്ങൾ കാണാതെ പഠിക്കണം. മുർസലുകളുടെ പേരുകൾ നമുക്ക് ഒരു ബൈത്തിലൂടെ പഠിക്കാം. ഹും ആദമുൻ ഇദ്രീസ് നൂഹുൻ ഹൂദ് മാഅ് സലീഹ് വ ഇബ്രാഹീം കുല്ലും മുത്തബ ലുത്തു വ ഇസ്മാഈലു ഇസ്ഹാഖും കദ യാകൂബ് യൂസുഫ് വ അയ്യൂബ് ഇഹ്തദ ശുഐബ് ഹാറൂൻ وموسى واليسع ذو الكفل داود سليمان التبع إلياس يونس زكريا يحيى عيسى وطه خاتم الداعية. ഇനി തദ്രീബാത്ത് നോക്കാം. ഉത്തരം പറയാം. ആർക്കാണ് നബിമാർ എന്ന് പറയുന്നത്? ഒന്നാമത്തെ വരിയിൽ അതിന് ഉത്തരം കൊടുത്തിട്ടുണ്ട്. വഹി എന്ന ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിൽ നിന്നുള്ള പ്രത്യേകം തിരഞ്ഞെടുത്തവർക്കാണ് നബിമാർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, അള്ളാഹു അവരെ നിയോഗിച്ചത് എന്തിന്? അള്ളാഹു നബിമാരെ നിയോഗിച്ചത് എന്തിനാണ്? അത് തൊട്ടടുത്ത വരിക്കാണ് ജനങ്ങൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ചോദ്യം, ആരാകുന്നു മുർസലുകൾ? നബിമാരിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് മുർസലുകൾ. ഇനി അടുത്ത ചോദ്യം, ഉലുൽ അസ്മുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ആര്? അതിനുത്തരം മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഉലുൽ അസ്മി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യം, ഉലുൽ അസ്മുകൾ ആരെല്ലാം? അപ്പൊ ഈ 5 ആളുകളുടെ പേര് എഴുതണം. 1 നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 ഇബ്രാഹിം നബി അലൈഹിസ്സലാം, 3 മൂസാ നബി അലൈഹിസ്സലാം, 4 ഈസാ നബി അലൈഹിസ്സലാം, 5 നൂഹ് നബി അലൈഹിസ്സലാം. പൂരിപ്പിക്കാം. സൃഷ്ടികളിൽ വെച്ച് ഡാഷ് ആയിരിക്കും അവർ. സൃഷ്ടികളിൽ വെച്ച് ഡാഷ് ആയിരിക്കും അവർ. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ബുദ്ധിയുള്ളവരും സൽ സ്വഭാവികളും വിശ്വസ്തരുമാണ് അവർ.
ഖുർആനിൽ പേര് പറയപ്പെട്ട മുർസലുകൾ അത് ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഖുർആനിൽ പേര് പറയപ്പെട്ട മുർസലുകൾ 25 താഴെ കൊടുത്തവയിൽ നിന്ന് ഉൽ അസ്മുകളെ അവരുടെ പേര് മാത്രം തിരഞ്ഞെടുക്കാം. ഇവിടെ നമ്മൾ നേരത്തെ 5 നബിമാരെ പഠിച്ചു. ഉൽ അസ്മുകൾ ഇവിടെ 5 പ്രവാചകന്മാരെ പേര് പഠിച്ചു. 5 പ്രവാചകന്മാരെ മാത്രം നമുക്ക് ഇതിന് തിരഞ്ഞെടുത്ത് എഴുതണം. ഇവിടെ നമ്മൾ പഠിച്ചില്ല. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം, മൂസ നബി അലൈഹി സ്വലാം, ഈസാ നബി അലൈഹി സ്വലാം, നൂഹ് നബി അലൈഹി സ്വലാം. ഈ 5 നബിമാരെന്ത് ഈ കോളത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതണം. ഇനി നമുക്ക് പാഠം 9ലേക്ക് പോകാം. നബിമാരുടെ വിശേഷണങ്ങൾ. അംബിയ മുർസലുകൾക്ക് 4 സിഫത്തുകൾ അഥവാ വിശേഷണങ്ങൾ നിർബന്ധമാണ്. അംബിയ മുർസലുകൾക്ക് എത്ര സിഫത്തുകളാണ് നിർബന്ധമായിട്ടുള്ളത്? 4 സിഫത്തുകൾ എന്നതിന്റെ അർത്ഥം എന്താണ്? വിശേഷണങ്ങൾ. 4 സിഫത്തുകൾ ഉണ്ടാവാൻ പാടില്ല. ഒരു സിഫത്ത് അവർക്ക് ജായിസാണ്. ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾ എത്രയാണ്? 4. ജായിസായ സിഫത്ത് എത്രയാണ്? അംബിയ മുർസലുകൾക്ക് നിർബന്ധമായ സിഫത്ത് 4. അംബിയ മുർസലുകൾക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്ത് 4. അംബിയ മുർസലുകൾക്ക് ജായിസായ സിഫത്ത് 1. ഇനി അംബിയ മുർസലുകൾക്ക് നിർബന്ധമായി ഉണ്ടാകേണ്ട 4 സിഫത്തുകളും അതിന്റെ അർത്ഥങ്ങളും പഠിച്ചിരിക്കണം. 1 സിദ്ഖ്, സത്യം പറയാം. 2 അമാനത്തെ, വിശ്വസ്തത. 3 ഫത്താനത്തെ, ബുദ്ധി കുർമത. 4 തബ്ലീഗ്, എത്തിച്ചു കൊടുക്കാം. ഈ സിഫത്തുകൾ പഠിക്കുമ്പോൾ അതിന്റെ അറബിയും അർത്ഥം വ്യക്തമായിട്ട് പഠിക്കണം. ചിലപ്പോൾ അറബി തന്നിട്ട് അർത്ഥം മാത്രം ചോദിക്കാറും ഉണ്ട്. ഇനി അംബിയ മുർസൽ ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾ. ആ 4 സിഫത്തുകൾ: 1 കദിബ്, ഖിയാനത്ത്, ബലാദത്ത്, കിത്തമാൻ. അതിന്റെ അർത്ഥം നോക്കാം. കദിബ് കളവ് പറയാ, ഖിയാനത്ത് വഞ്ചന, ബലാദത്ത് ബുദ്ധിമാന്ദ്യം, 4 കിത്തമാനം മറച്ചു വെക്കാം. ഇനി വാജിബായ സിഫത്തിന് പറയുന്ന പേരെന്താണ്? അല്ല, നിർബന്ധമായി ഉണ്ടാവേണ്ട സിഫത്തിന് പറയുന്ന പേര് വാജിബ്. ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തിന് പറയുന്ന പേര് മുസ്തഹീല്. ഇനി ഉണ്ടാവും ചെയ്യാൻ ഉണ്ടാവാതിരിക്കുകയും ചെയ്യാൻ പറ്റുന്ന സിഫത്തിന്റെ പേരാണ് ജായിസ് എന്ന് പറയും. അതിനുശേഷം പറയുന്നുണ്ട്. എന്നാൽ തബ്ലീഗ് എന്ന സിഫത്ത് മുർസലിൽ മാത്രമുള്ളതാണ്. അപ്പോൾ അവിടെ ചോദ്യമുണ്ട്, മുർസലുകൾക്ക് മാത്രമുള്ള സിഫത്തുകൾ ഏതാണ്? തബ്ലീഗ് എന്ന സിഫത്ത് മാത്രമാണ് മുർസലുകൾക്ക് മാത്രമായിട്ട് ഉള്ളത്. അമ്പിയാക്കളുടെ ഉന്നത പദവിക്ക് കോട്ടം തരുത്താത്ത കാര്യങ്ങൾ അവരിൽ നിന്നും ഉണ്ടാവാം. ഇതാണ് ജായിസായ സിഫത്ത്. അമ്പിയ മുർസലുകൾക്ക് ഉണ്ടാവേണ്ട ജായിസായ സിഫത്ത് ഏതാണ്? അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് അമ്പിയാക്കളുടെ ഉന്നത പദവിക്ക് കോട്ടം വരുത്താത്ത കാര്യങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാകാം. ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. 1 ഉത്തരം ഇത്. അംബിയ മുർസൽ ജായിസായ സിഫത്ത് ഏതാണ്? അമ്പിയാക്കളുടെ ഉന്നത പദവിക്ക് കോട്ടം വരുത്താത്ത കാര്യങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാവാം. ഇതാണ് ജായിസായ സിഫത്ത്. 2 നിർബന്ധമായ സിഫത്തുകൾ എത്ര? 4. അംബിയ മുർസലുകൾക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾ ഏതെല്ലാം? ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്താണ് രണ്ടാമത്തെ കള്ളി കൊടുത്തിട്ടുള്ളത്. 1 കദിബ്, 2 ഖിയാനത്ത്, 3 ബലാദത്ത്, 4 കിത്തമാൻ. വാജിബ് മുസ്തഹീലും വേർതിരിച്ചത്. ഈ കോളത്തിൽ നിന്ന് വാജിബായ സിഫത്ത് മാത്രം ഈ വാജിബിന്റെ കൂടെ എഴുതാം. പിന്നെ മുസ്തഹീലായ സിഫത്തുകൾ മുസ്തഹീലിന്റെ കൂടെ എഴുതി കൊടുക്കാം. ഇനി അർത്ഥം എഴുതാം. അമാനത്ത്, വിശ്വസ്തത, കിത്തമാന് മറച്ചു വെക്ക, സിദ്ക്ക് സത്യം പറയാ, ഹിയാനത്ത് വഞ്ചന, ഫത്താനത്ത് ബുദ്ധികുർമത, കദിബ് കളവ് പറയാ, ബലാദത്ത് ബുദ്ധിമാന്ദ്യം, തബ്ലീഗ് എത്തിച്ചു കൊടുക്കുക. ഇനി അവസാനത്തെ പാഠമാണ് പാഠം 10. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നബിയുടെ പേരെന്താണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനത്തെ നബി ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ടുപേരിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. മുൻകഴിഞ്ഞ സർവ്വ നബിമാരും നബിതങ്ങളെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നബിതങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആര്? മുൻകഴിഞ്ഞ സർവ്വ നബിമാരും. നബിയുടെ സ്വഭാവ ഗുണങ്ങളെ മുൻകഴിഞ്ഞ നബിമാർക്ക് ഇറക്കപ്പെട്ട കിതാബുകളിലെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. നബിതങ്ങളുടെ സ്വഭാവ ഗുണങ്ങളെ വിശദീകരിച്ചിട്ടുണ്ട് എവിടെ? മുൻകഴിഞ്ഞ നബിമാർക്ക് ഇറക്കപ്പെട്ട കിതാബുകളിൽ എല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും നിയോഗിക്കപ്പെട്ട റസൂലാണ്. നബിതങ്ങൾ ആരിലേക്കാണ് നിയോഗിക്കപ്പെട്ടത്? എല്ലാ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും. എല്ലാ സൽ സ്വഭാവങ്ങളുടെയും ഉത്തമ മാതൃകയായിരുന്നു നബിതങ്ങൾ. എല്ലാ സൽ സ്വഭാവങ്ങളുടെയും ഉത്തമ മാതൃകയായിരുന്നു ആര്? നബിതങ്ങൾ. എല്ലാ സൽസ്വഭാവങ്ങളുടെയും ഡാഷ് അവിടെ വിട്ടഭാവം പൂരിപ്പിക്കുക എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് ഉത്തമ മാതൃകയായിരുന്നു നബിതങ്ങൾ. ലോകാവസാനം വരെ സംഭവിക്കുന്ന പല കാര്യങ്ങളും നബിതങ്ങൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ലോകാവസാനം വരെ സംഭവിക്കുന്ന പല കാര്യങ്ങളും മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് ആര്? നബിതങ്ങൾ. ലോകാവസാനം വരെ സംഭവിക്കുന്ന പല കാര്യങ്ങളും ഡാഷ് നബിതങ്ങൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. നാം നബിതങ്ങളെ അതിരറ്റ് സ്നേഹിക്കണം. നാം അതിരറ്റ് സ്നേഹിക്കണം ആരെ? നബിതങ്ങളെ. നബിയുടെ മേൽ സലാത്ത് അധികരിപ്പിക്കുകയും ചെയ്യണം. ആരുടെ മേലാണ് സലാത്ത് അധികരിപ്പിക്കേണ്ടത്? നബിതങ്ങളുടെ മേൽ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഉത്തരം പറയാം. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാകുന്നു? സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? നബി തങ്ങൾ. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആര്? മുൻകഴിഞ്ഞ സർവ്വ നബിമാരും നബി തങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തമ മാതൃകയായിരുന്നു എന്തിന്റെ? എല്ലാ സൽസ്വഭാവങ്ങളുടെയും ഉത്തമ മാതൃകയായിരുന്നു നബി തങ്ങൾ. നബിയുടെ സ്വഭാവ ഗുണങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് എന്തിൽ? നമ്മുടെ നബിയുടെ സ്വഭാവ ഗുണങ്ങൾ മുൻകഴിഞ്ഞ നബിമാർക്ക് ഇറക്കപ്പെട്ട കിതാബുകളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. അതിനുത്തരം മുൻകഴിഞ്ഞ നബിമാർക്ക് ഇറക്കപ്പെട്ട കിതാബുകളിലെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ്. ശരിയാണ്. മുൻകഴിഞ്ഞ നബിമാർക്ക് ഇറക്കപ്പെട്ട കിതാബുകൾ 4 അവിടെ ഒരു തെറ്റുണ്ട്. മുൻകഴിഞ്ഞ നബിമാർക്ക് ഇറക്കപ്പെട്ട കിതാബ് 3 ഉള്ളൂ. നമ്മുടെ നബിക്ക് ഇറക്കപ്പെട്ട കിതാബ് അതും കൂടി കൂട്ടുമ്പോഴാണ് 4 ആകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും നിയോഗിക്കപ്പെട്ട റസൂലാണ്. അപ്പോൾ 1, 3 ശരി, രണ്ടാമത് തെറ്റാണ്. 1, 3 അവിടെ താഴെ പൂരിപ്പിച്ചു കൊടുക്കുക. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതോടുകൂടി നമ്മുടെ അഖീദയുടെ റിവിഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അല്ലാഹു തആല എല്ലാ വിദ്യാർത്ഥികൾക്കും ഉയർന്ന മാർക്കോട് കൂടിയുള്ള വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.